മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഔ മുസ്ഹഫൻ വറസഹു, ഒരു മുസ്ഹഫിനെ ഒരാൾ ഇവിടെ അനന്തരമാക്കി ബാക്കി വെച്ചു പോവുകയാണ്. ജീവിതകാലത്ത് നമ്മൾ ഒരു മുസ്ഹഫ് ഇവിടെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വഖഫ് ചെയ്യുകയാണ്. ഇന്നും നമുക്ക് സഹോദരന്മാരെ പരിശുദ്ധ ഖുർആനിന്റെ പ്രതികൾ ആവശ്യമുള്ള ആളുകളുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ കോപ്പികൾ നാം ഒരാൾക്ക് ജീവിതകാലത്ത് ഒരു ഖുർആൻ നൽകുന്നു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ താല്പര്യമുള്ള മനുഷ്യനാണ്, അയാൾക്കൊരു ഖുർആൻ വാങ്ങാനുള്ള കഴിവില്ല. എത്രയോ ആളുകൾ അങ്ങനെയില്ലേ? ഖുർആൻ അവരുടെ കൈകളിലില്ല, നാം വാങ്ങിക്കൊടുക്കുന്നു. ഖുർആൻ വായിക്കണമെന്ന് പ്രേരിപ്പിക്കുന്നു. ഖുർആനിന്റെ ഒരു പരിഭാഷ ഒരാൾക്ക് വാങ്ങിക്കൊടുക്കുന്നു. ഖുർആനിന്റെ ഒരു തഫ്സീർ ഒരാൾക്ക് വാങ്ങിക്കൊടുക്കുന്നു. അയാൾ അത് വായിക്കുന്നു, പഠിക്കുന്നു. നീ അങ്ങ് മരിച്ചും പോയി, നീ ആ ധർമ്മം ചെയ്തിട്ടുള്ള ആ മുസ്ഹഫില്ലേ, ആ പരിഭാഷയില്ലേ, ആ തഫ്സീറില്ലേ, അത് വായിച്ചുകൊണ്ട് പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ആ മനുഷ്യന് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെയും അതാ നിന്റെ ഹസനാത്ത് നിന്റെ പട്ടികയിലേക്കും നിന്റെ ഖബറിലേക്കും ആ വിഭവം എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നിങ്ങൾ നോക്കൂ, നമ്മൾ ഒരു പള്ളിയിലേക്ക് ഒരു ഖുർആൻ നൽകുകയാണ്, അല്ലെങ്കിൽ ഒരു പള്ളിയിലേക്ക് നമ്മുടെ വക ഒരു ഖുർആനിന്റെ പരിഭാഷ, ഒരു തഫ്സീർ. ആളുകൾ അവിടെ ജുമഅക്ക് കാത്തിരിക്കുമ്പോ, നിസ്കാരത്തിന് കാത്തിരിക്കുമ്പോ അതെടുത്ത് വായിക്കുന്നു. ആരാ വഖഫ് ചെയ്തത് എന്ന് അതിന് എഴുതി വെക്കേണ്ടതില്ല. ഇന്നാളിന്നാളുടെ മകൻ ഇന്നയാൾ വഖഫ് ചെയ്തതാണെന്ന പേരിന് വേണ്ടിയല്ല. നീ അത് വഖഫ് ചെയ്യുന്നു, നീ ഒരു മുസ്ഹഫ് നൽകുന്നു, ഒരു ഖുർആൻ പ്രതി നൽകുന്നു. അത് വായിച്ചുകൊണ്ട് ആളുകൾ നന്നാകുന്നു, അത് ഓതിക്കൊണ്ടിരിക്കുന്നു. നിന്റെ ഖബറിലേക്ക് അതിന്റെ വിഭവം എത്തിക്കൊണ്ടിരിക്കുന്നു, അമല് മുറിയാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന നാലാമത്തെ കാര്യം, ഔ മസ്ജിദൻ ബനാഹു, ഒരാൾ ഒരു പള്ളിയെ എടുക്കുന്നു, നിർമ്മിക്കുന്നു. പള്ളി നിർമ്മിച്ചു മരിച്ചുപോയ ഒരു മനുഷ്യൻ, അയാളുടെ മരണാനന്തരവും അയാളുടെ അമലിന്റെ പട്ടികയിലേക്ക് വരികയാണ്. പള്ളി എന്ന് പറയുന്നത് അല്ലാഹുവിന് സുജൂദ് ചെയ്യാനുള്ള സ്ഥലമാണ്. സുജൂദ് ചെയ്യുന്ന ഇടങ്ങൾക്കാണ് മസ്ജിദ് എന്ന് പറയുന്നത്. വഅന്നൽ മസാജിദ ലില്ലാഹ്, നിശ്ചയമായും പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവിനോടൊപ്പം മറ്റൊരാളോടും നിങ്ങൾ അവിടെ വെച്ച് ദുആ ചെയ്യരുത്. അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള പള്ളികളാണ്. ഇന്ന് ലോകത്ത് പള്ളികൾ പലരും എടുക്കുന്നു, ചിന്തിക്കുന്നില്ല ആർക്ക് വേണ്ടിയാ സംഭാവന കൊടുക്കുന്നത്, ഏത് പള്ളിക്കാണ് വരിസംഖ്യ കൊടുക്കുന്നത്, ഏത് പള്ളിയിലേക്കാണ് ധർമ്മം ചെയ്യുന്നത്, ഏത് പള്ളിയെടുക്കാനാണ് ലക്ഷങ്ങൾ നൽകുന്നത് എന്ന് ആലോചിക്കുന്നില്ല. ആലോചിക്കണം മുസ്ലിമേ, അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാനുള്ളതാണ് പള്ളികൾ. ആ നിലക്ക് പടച്ചതമ്പുരാൻ അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന പള്ളികൾ യഥാർത്ഥത്തിൽ ഇസ്ലാം അംഗീകരിക്കുന്ന പള്ളികളല്ല. അതുകൊണ്ട് ഇസ്ലാമികമായ നിലക്കുള്ള ഒരു പള്ളി അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് മൻ ബനാ ലില്ലാഹി മസ്ജിദാ, അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു പള്ളിയെടുത്താൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അള്ളാഹു അവന്റെ ഒരു വീടെടുക്കും. നമ്മളെല്ലാ വീടും അറബികൾക്ക് മദീന പറയുന്നത്. സ്വർഗത്തിലെ എല്ലാ വീടും അറബ് സഹോദരങ്ങൾക്ക്. നമ്മുടെ മനസ്സങ്ങനെയാണ്. ഇങ്ങനെയായിരുന്നോ നമ്മുടെ മുൻഗാമികൾ? നമ്മുടെ നാടുകളിലൊക്കെ ഇന്ന് തലയുയർത്തി കാണുന്ന വലിയ വലിയ പള്ളികളില്ലേ, മിനാരങ്ങളില്ലേ, അമ്പരച്ചുംബികളായ പള്ളികൾ. ആ പള്ളികളൊക്കെ കാണുമ്പോ നമ്മൾ ചോദിക്കുകയാണ്, ഈ പള്ളി UAE-യിൽ നിന്ന് കിട്ടിയതാണോ, കുവൈത്തിലെ പള്ളിയാണോ, ബഹ്റൈനിലെ അറബി തന്നതാണോ? കാരണം അതല്ലാത്ത ഒരു പള്ളി നമുക്ക് ചിന്തിക്കാനേ ആകുന്നില്ല. നമ്മുടെ മനസ്സ് അങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. ഏത് പള്ളിയെടുക്കുന്നുണ്ടോ അതൊക്കെ അറബിയുടെ ബാധ്യതയാണ്. അറബിയുടെ ബാധ്യതയാണോ? അറബിപ്പണം വരുന്നതിന്റെ മുമ്പ് നമ്മുടെയൊക്കെ നാടുകളിൽ വലിയ പള്ളികൾ ഉണ്ടായിരുന്നില്ലേ? ആരാ ഉണ്ടാക്കിയത്? നമ്മുടെ മുൻഗാമികൾ. അന്നുണ്ടായിരുന്ന ഇഖ്ലാസ് ഇന്നുണ്ടോ? അന്നുണ്ടായിരുന്ന ചിന്താഗതി ഇന്നുണ്ടോ? ഇന്ന് പണക്കൊഴുപ്പ് കൂടിയപ്പോ എല്ലാവരും ഒരു പള്ളി എടുക്കണമെങ്കിൽ ഉടനെ സ്ഥലം രജിസ്റ്റർ ചെയ്ത് റെസിപ്റ്റ് അടുപ്പിച്ച് വിസയും സംഘടിപ്പിച്ച് ഗൾഫിലേക്ക് വരുന്നു. അറബികളോട് യാചിക്കുകയാണ്, ഞങ്ങൾക്ക് പള്ളിക്ക് സ്ഥലം വേണം, പള്ളി വേണം. എന്തേ? പള്ളിയെടുക്കാൻ കഴിവുള്ളവർ നാട്ടിലില്ലാഞ്ഞിട്ടാണ്? ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ അതിന് പലർക്കും മടിയായി. എല്ലാവരും കണ്ടുകഴിഞ്ഞു നനഞ്ഞേടം കുഴിക്കുക എന്ന സിദ്ധാന്തം. അറബ് സഹോദരങ്ങൾ അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആയിരക്കണക്കിന് സ്ഥലങ്ങളിൽ പള്ളികൾ എടുക്കുന്നുണ്ട്. അത് ചൂഷണം ചെയ്യുകയാണ് നമ്മൾ. വേണ്ട എന്നല്ല ഈ പറയുന്നത്. പക്ഷേ നമുക്കും നമ്മുടെ നാട്ടിലെ പള്ളിയിൽ ഒരു വിഹിതം വേണം.
ഒരാൾക്ക് കഴിയില്ലെങ്കിൽ നമുക്ക് എത്ര പേർക്കാണ് ഷെയർ ചേർന്നുകൊണ്ട് സാധിക്കുകയെങ്കിൽ നമുക്ക് നേടിക്കൂടെ? ചിന്തിക്കേണ്ടതാണ് മുസ്ലിമീങ്ങൾ. പള്ളിയെടുക്കുന്ന സ്വഭാവം ഇന്ന് നമുക്കുണ്ടോ? 5 ലക്ഷത്തിന് ചുരുങ്ങിയതൊരു പള്ളി ഉണ്ടാക്കിക്കൂടെ? ഒരു 5 പേർക്കെങ്കിലും ഓരോ ലക്ഷം നൽകിയിട്ട് ഒരു പള്ളിയെടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗമല്ലേ ഓഫർ ചെയ്യുന്നത്? ചിന്തിക്കേണ്ടതാണ്. പേര് കിട്ടാൻ വേണ്ടിയോ, പള്ളി നിർമ്മിച്ചിട്ട് ശിലാഫലകത്തിന്മേൽ ഇന്ന വ്യക്തി ഉണ്ടാക്കിയ പള്ളിയാണെന്ന ഖ്യാതിക്ക് വേണ്ടിയോ അല്ല. മൻ ബനാ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ആരെങ്കിലും ഒരു പള്ളിയെടുത്താൽ എന്നാണ് റബ്ബുവിന്റെ റസൂല് പറയുന്നത്. ആ നിലക്കൊരാൾക്ക് പള്ളി എടുക്കാൻ സാധിച്ചാൽ, അങ്ങനെ പള്ളി എടുത്തുകൊണ്ട് ഒരാൾക്ക് മരിച്ചു പോകാൻ സാധിച്ചാൽ, ആ പള്ളിയിൽ ഖിയാമത്ത് നാൾ വരെ നടക്കുന്ന ഓരോ സുജൂദ്, റുകൂഅ്, നിസ്കാരം, തക്ബീർ, തഹ്ലീൽ, തക്ബീർ, തഹ്മീദ്, എല്ലാ കാര്യങ്ങൾക്കും അത് ചെയ്യുന്ന ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ആയിരക്കണക്കിന് അമലുകളുടെ ഓരോ വിഹിതം അവർക്കൊട്ടും കുറയാതെ തന്നെ നിന്റെ ഖബറിലേക്ക്, നിന്റെ അക്കൗണ്ടിലേക്ക്, നിന്റെ ഹസനാത്തിന്റെ പട്ടികയിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്.